Hey guys, welcome back to my channel. ഇന്ന് കുറച്ച് സാഡാണ് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇന്നലെ ഞാൻ ഇവിടെ മലപ്പുറം പോയതിന് അപ്പോൾ ഞാൻ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ച് നേരം വിളിക്കാൻ വിചാരിച്ചിട്ട് നിന്നതാ. അപ്പോൾ അവനെ വിളിച്ച് നോർമലായി സംസാരിച്ചു. അപ്പോൾ എന്താണ് നൂബേ എന്താടാ എന്നൊക്കെ ഞാനും അതിൻ്റെ ഇതില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഫോൺ കൊടുത്തതിൻ്റെ ശേഷം കൊടുത്ത് ഞാൻ വാങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു ഇനി കട്ടാക്കണ്ട കേട്ടോ, കട്ടാക്കി ഞാൻ പിന്നെ കളിക്കണ്ടാവില്ല പറഞ്ഞു. കട്ടാക്കല്ലേ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് എന്നെ നൂബേ പിന്നെ വിളിച്ചടിയാക്കി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞോടാ ഞാൻ ഈ കളി കഴിഞ്ഞാൽ പോവാട്ട്. അപ്പോൾ ഭാഗ്യം പോയി കിട്ടിയല്ലോ. അതാരാ പറയുന്നത് അറിയോ? മറ്റേ റയാനാണ് പറയുന്നത്. വൈറ്റ് ഈസ് മൈ വേൾഡ് ഗെയിമിംഗ് ആണ് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തോ. എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞാടാ ഗില്ലി ലീഡർ ആക്കുന്നത്. ഞാനാണ് ഗില്ലിൻ്റെ ലീഡർ. ഇതുവരെ ആയിട്ടാക്കിയില്ല. എന്നെ വല്ല പറ്റിച്ചിട്ടൊന്നും ഒന്നും ചെയ്തിട്ട് എന്താ ഗില്ലി ലീഡർ ഓനെ ആക്കിയതിൻ്റെ ശേഷം ഓൻ തന്നെ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചു. ഞാൻ ഓനെ വിളിച്ചപ്പോൾ എടുത്തില്ല. ഓനോ ആൻസറിന് കാണിച്ചത് പനമല്ലേന് കുറച്ച് നേരം കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നോട് ഞാൻ കുറേ മെസ്സേജൊക്കെ അയച്ചു. അതുകൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ പറയാത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ച്. പിന്നെ എൻ്റെ സ്കൂൾ ഫ്രണ്ട് വിളിച്ച്. അവൻ്റെ പേര് നാമിക്ക്. ഓനെ വിളിച്ച്. അപ്പോൾ ഞാൻ ഓനെ നേരത്തെ വിളിച്ചു. അപ്പോൾ പറയണ ഞാൻ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എടാ പറയാൻ എന്തെങ്കിലും വിളിച്ചിട്ട് ഈ ഓനെ വിളിച്ചിട്ട് ഓൻ ദേഷ്യം പിടിച്ചെന്ന് ചോദിച്ചു. ഓൻ രാവിലെ ദേഷ്യം പിടിച്ചിട്ടാണ് ഇന്നലെ ദേഷ്യം പിടിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ലടാ പറഞ്ഞോളൂ. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ പിന്നെ അവൻ പറഞ്ഞാടെ ഞാൻ ബോട്ടിലാണ്. അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞാടെ ഞാൻ ഇവിടുന്ന് കാശ് ഗ്രൗണ്ടിൽ ഇത് കളിച്ചതിൻ്റെ ശേഷം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവൻ ബാസ്കറ്റ് ബോളും പിടിച്ചു. എൻ്റെ മാമീൻ്റെ അടുക്കെന്ന് തോന്നുന്നു പോകണമെന്ന് എന്നോട് ജസ്റ്റ് ഒരു പോയിൻ്റ് തന്നിക്ക്. പിന്നെ എന്ത് ചെയ്തു ഒരാൾ ആരെനിക്കറിയില്ലേ. അപ്പോൾ ഓരോന്നിങ്ങനെ ഓനിതാക്കി ഉറപ്പിച്ച്. അപ്പോൾ ഓൻ പറഞ്ഞു അവിടെ ഞാൻ കുറച്ച് നേരം വിളിക്കട്ടെ ഒന്ന് കട്ടാക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ടാക്കി. ഇപ്പം ഞാൻ അതാ വീഡിയോ ഇടുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം കുറേ കാലം ഓൻ്റെ കൂടെ ഒക്കെ നടന്നതാണ്. എന്നിട്ട് നമ്മളെ ഇതാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വിഷമമുണ്ടാവും. അപ്പോൾ അതും നല്ലൊരു ഇതായി പോവും. അങ്ങനെ കുറച്ച് സീനുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു മൈനിങ് ക്യാച്ച് എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ മൈനിങ്ങിന് പോവാം. അപ്പോൾ മൈനിങ്ങിന് അവിടെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത് നല്ലൊരു കേവ് തപ്പി പോവാം. നമുക്ക് നമ്മൾ വന്ന അവിടുന്ന് എങ്ങാനും വരാം. അവിടെ പോയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എൻ്റെ അവസ്ഥ. ഇപ്പോൾ ഫുള്ളും നല്ല ഇതാണ്, സീനാണ്. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ അവസ്ഥ. ഇനിയിപ്പോൾ എന്തൊക്കെ കാണുന്നൂടി അറിയില്ല.
ഞാനും ഓനും ബെസ്റ്റ് ഫ്രണ്ട്സ് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ എന്ത് പറഞ്ഞ സമാധാനം ആക്കുന്നാണ് ഞാൻ വിചാരം. കാരണം അറിയാലോ, നല്ല സീനാണ് എനിക്ക് ഉണ്ടായത്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞോനോ സമാധാനിപ്പിക്കുന്നൊന്നും അറിയില്ല. ഇവിടെ നിർത്തി ആടിയാ എന്തായാലും ഓൾ ഡാമേജ് ഉറപ്പാ. എന്താ ഭാഗ്യം ചത്തിയില്ല. ചെറിയൊരു കേവ്. യെസ്, അപ്പം നമുക്ക് മെല്ലെ കയറി പോവാം. നമ്മുടെ കുറച്ച് ഇതാണ് എനിക്ക് ഡിപ്രഷൻ വരികയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ കാണും, ഇനിയിപ്പോൾ എന്തൊക്കെ വരാനിരിക്കുന്നു എനിക്കറിയില്ല. ഓക്കെ, കഴിഞ്ഞ 2 എപ്പിസോഡിന് വ്യൂസ് കിട്ടിയില്ല ഗൈസ്. എന്തുകൊണ്ട് അത് കിട്ടിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നിങ്ങൾ വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യും. ഇന്നിപ്പോൾ ഞാനൊരു 2 വീഡിയോ ഇട്ട് ഒരു ഇന്നലെ മിങ്ങാന്നൊക്കെ ആയിട്ട് അപ്പോൾ അതിനൊന്നും വ്യൂസ് കിട്ടില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചോദ്യം പച്ചിലാണെന്നുള്ള, വേറെ ഒന്നും വിചാരിക്കരുത്. അടുത്ത കേവിന് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് കാണും, ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊരു പിടിയും ഇല്ല ഗായ്സ്. ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് നേരെ തിരിച്ചു പോവാം. നമുക്ക് ഇവിടുന്ന് ഡേർട്ട് കളക്ട് ചെയ്യാം. എന്തിനാന്ന് ചോദിച്ചാൽ ആവാം, അല്ല വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. കുറച്ച് ഡേർട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം നമുക്ക് നമുക്ക് ഓക്കെ വിടുത്തി ഒന്നായോ എന്നാ മോനെ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഇതിൽ പോ like a nuclear bomb. നമ്മൾ ഇവിടെ ടോർച്ചൊന്നും വെച്ചില്ല. ഭാഗം കൂടി ഒന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ പുറത്ത് ഇവിടെ വരണം, ഇവിടെ വരണം. ഇപ്പം സെറ്റായില്ലേ? പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് വീടിട്ടാണ്. നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലേ. എന്നാൽ ഈ ടൈമിൽ ഞാൻ വെറുതെ ഒത്തിരി എനിക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ അപ്പോൾ എല്ലാവരും ചായ അടിച്ച് വിചാരിക്കുന്നു. കുടിക്കാത്തവർ ഇപ്പോൾ തന്നെ പോയി കുടിക്കേണ്ടതാണ്. ഇവിടെ കേറില്ല ഇല്ലല്ലേ, പിന്നെ എന്ത് ഉണ്ണീനാണ്ടതൊക്കെ ഉണ്ടാക്കിയത്. നമുക്ക് ഇവിടേക്ക് പോയേക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നല്ലോ, ഇതിലില്ലേ. ഞാൻ എവിടെയാണ് കുഴിച്ചേ? ഇവിടേക്കോ? അയ്യാ കുയ്യ പോയേ. നമ്മുടെ എക്സ്റേ പണികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിയിലേക്ക് പോയേക്കാം ജസ്റ്റ് ഫോർ മൈ ഫണ്ണ്. അങ്ങനെയും വേണം കൂട്ടാം. അയ്യാണ് കിട്ടി ഗൈസ്.
ചെത്താത്തപ്പോൾ വന്നെങ്കിൽ ആ സീനാവും എനിക്ക് ഇതിൻ്റെ കുളം. ഞാൻ എത്തിയിരിക്കുന്നു. അവിടെ ഒരു മറ്റേ മൂട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് അടിയും കിട്ടി നല്ല അടിപൊളിയായിട്ട് എത്തിക്കണ്. ബാക്കി നമുക്ക് ഇത് നോക്കട്ടെ. ചാർക്കോളെങ്കിൽ ചാർക്കോൾ മടുത്ത് ഗൈസ്, മടുത്ത് 39 കിട്ടി. മൈനിങ്ങനെ പോവാം. എന്താടോ പട്ടിയത് കഴിഞ്ഞിട്ട് പോകാൻ നല്ലത്. ചേടാ എൻ്റെ വലിയവൻ്റെ ഒച്ചാട്ടോ, ഒന്നും തോന്നരുതേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മൈനിങ്ങിന് പോവാം. ആദ്യം തന്നെ അരിവാളും പിടിച്ചത്. ജസ്റ്റ് ഇതിപ്പോൾ പോക്കിയാണ് ഞാൻ. ആണിത് ഇവിടുത്തെ എല്ലാം തന്നെ കൊണ്ടു നിങ്ങളൊക്കെ ഒന്നും ഇവിടെ പറ്റില്ല. ഓ അപ്പാടാ, നമ്മളിവിടെ എത്തിയിരിക്കുന്നു. അവിടെ ഒരു പൊട്ടലുണ്ട്, അവനെ കൊന്നിട്ട് വരാം. ജസ്റ്റ് ഒരു എന്താ പറ്റാനേ സുഖമല്ലേ. ദിവസം പൊട്ടിച്ച് കാണാം, ഒരെണ്ണ ഉണ്ടാവും. ഇതിലോ അങ്ങനെ ഒന്ന് ഇതിലെ അയ്യോ ചിലപ്പോൾ ഞാൻ സെർവർ മാറ്റിട്ടു, പറയാൻ പറ്റില്ല. അവരോടൊന്നും തോന്നരുത്. അയ്യോ പൊളിയാണല്ലോ. എവിടേക്കൊക്കെ ഞാൻ പോണി, എനിക്കെന്നറിയില്ല ഞാൻ എങ്ങോട്ടാ പോണ്ടേ. ഇതെന്താ ഗായ്സ്, പൊട്ടിച്ച് കുറേ അയാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അയാണൊക്കെ വേണ്ടി വരുമോ പറയാറില്ല. അപ്പുറത്ത് കിട്ടുമ്പോൾ നമുക്ക് സൗണ്ട് വെക്കുന്നുണ്ടല്ലോ. എന്താണ്ടത് ഡൈനോസറോ? ഡൈനോസർ കരിക്കണ ഒച്ച. എനിക്ക് ക്രിയേറ്റ് പോയി നൈറ്റ് വിഷൻ എടുക്കണമെന്നുണ്ട്. ഇതേത് അമ്മ മൂട്ടനടിക്കണം. ഞാനിങ്ങനെ പോണ്. എത്തിയില്ല. ഇത് നമ്മളെ നന്നായി. എന്താണ്ടവനിക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പോണത്
ഗൈസ്. ഇവിടെ നോക്കാനില്ല. വെച്ചല്ലോ. ഒരു 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 സാധനം പോലും കുറച്ചുണ്ട്. പക്ഷെ ഞാനേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നൈറ്റ് ഇതാവും. ഞാൻ എടുക്കട്ടെ, എടുക്കും ഞാൻ എടുക്കാൻ പോവാ. കാരണം എനിക്ക് നൈറ്റ് വിഷൻ പോഷൻ വേണം. കാരണം ടോർച്ച് എടുക്കാൻ വയ്യ. ആവൂല ഇനി മുകളിൽ വരെ കയറാൻ. ഇതാ പോണു നൈറ്റ് വിഷൻ പോഷന്. അതിലെന്തിനാ പോണ്? നിങ്ങൾ തന്നെ കണ്ടോടി. അത് മാത്രം 2 എണ്ണം മാത്രം എടുത്ത് കൈമ പിടിച്ച് നിൽക്കാൻ. അടിപൊളി ആക്ടിവിറ്റി ചിറ്റ്സ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതോടെ ഇതെന്താ ഗ്ലോ സ്റ്റോൺ? അതെന്തിനാക്കി ഇപ്പം എന്തൊരു ബെറ്ററാലേ. ആ ലാവലൊന്ന് പോയി ചാടാക്കണ്ട. ഞാൻ ഡയമണ്ടിനെ തപ്പി എത്തിക്കും. ഞാനെന്താണത്? മനുഷ്യക്കുട്ടീനാണത്. ഓക്കെ, ഇവിടെ വരെ എത്തിയിട്ടൊന്നും കാണില്ല. ആ സൈഡിലൊന്നും പോയി ചാടാക്കണ്ട. വെറുതെ കാലോടിയാനായിട്ട് ലാപ്പിസ് കണ്ട മതി. കിട്ടിയതാണ്. മോള് വെള്ളമുണ്ടല്ലോ. കൊടുന്ന് പൊന്തി യാറബി. എന്താ ചെയ്യാ? ഇവിടെയൊക്കെ ഞാൻ പോയതാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. എന്താ ഡയമണ്ട് തപ്പി നിരാശയോടെ ഞാൻ നടക്കുന്നു. ചെങ്ങോട്ടത് അയ്യോ പോയി ഞാനെന്തായി കാണുന്ന ഉരുക്കാണ്ടാണ്ടി. എന്താ എൻ്റെ പ്രശ്നം? ഷീൽഡ് പൊട്ടിയിരിക്കുന്നു. അല്ല ഒന്നുമില്ല. ഇതിലുള്ള എന്താ വെച്ചാൽ കത്തിച്ചുണ്ടാക്ക് ഒരു ഷീൽഡ്. ഒരു ഷീൽഡ് തന്നെ ധാരാളം. നമുക്ക് ഒരു കാര്യമുണ്ട്, വുഡില്ല. ചമ്മി മതി പോരാ. ഞാൻ തോറ്റു. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ മെയ് 8 ഇത് പാറല്ലേ 8 സ്റ്റാറിൽ നമ്മൾ വഴിക്ക് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. 16 എണ്ണം കിട്ടി. എന്തിനാ ചേട്ടാ അങ്ങനെ കളവ് പറയുന്നത്? Sabash. Papua. How much dollar you have in my hand? Okay, അടിച്ചിട്ടുണ്ട്. വേഗം ഓടിപ്പോവാ.
അതിൻ്റെ ഭാവിനൊന്നും എനിക്ക് ആവശ്യമില്ലടോ. അല്ല സോറി, അയൺമാനല്ലേ ഓടിയിരുന്നേ. അല്ല സോറി, അവളെ മാറിപ്പോയി. ഹൈ ബൈ, സോറി ബ്രോ. ഓടി ഓടി വാ, ഓടി എനിക്ക് ഈ കുയിലൊക്കെന്നുള്ളൂ പോകാനുള്ളത്. ഇത് ആവേശം വേണ്ടല്ലോ മോനെ, ചത്തിട്ട് കാലൊടിയണ്ട. ഇതിലല്ല, സോറി മാറിപ്പോയ ഇതിലെയാണ്. ബാബാ ബാബാ ബാ, പിന്നെ ഇതിലല്ല പോയത്. ഇതിലെ പോയി ഞാൻ അവിടെ നിർത്തി എന്നാണ് എൻ്റെ ഒരു ചൊല്ല്. ഇത് ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ പോയത്, ഇവിടേക്ക്. ഇവിടേക്ക് തന്നെ. ഓഫ് ദി വൈ ഓഫ് ദി മീ. ഇവിടേക്കാണ് ഞാൻ വന്നത്. നമുക്ക് അപ്പുറത്തേക്ക് പോകും, ഇവിടേക്ക് പോയേക്കാം. ഇവിടെ എന്തോ തിളങ്ങുന്നു. ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലേ, പിന്നെ വല്ല പോവാം. നമ്മളിതാ ഇങ്ങോട്ട് കിടക്കുന്ന സുഹൃത്തുക്കളെ. പിന്നെ നമ്മൾ എവിടേക്കാണ് പോയത്? ഇവിടേക്കോ? സുഖലേട്ടായി, പിന്നെ നല്ല സുഖം. അക്കൊക്കെ ഇമ്മണ്ട. ഞാൻ ഓടി അങ്ങനെ. അതാണ് വരുന്നുണ്ടല്ലോ. ഇവിടെ എത്ര ഇതെന്തണ്ടാ, ഇത്രയും ഇത്. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോവുക. ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല നമ്മൾ, വെറുതെ പറഞ്ഞാട്ടാ, ചൂടാവില്ലേ. ഇതിലേ ഇങ്ങനെ പോയി നിരാശ ഇങ്ങനെ വരിക. ഇതിലേ നേരത്തെ പോയി നമ്മൾ. ഇതിലേ തന്നെ പോയത്. വാ, ബുദ്ധിമുട്ടെടുത്തോ. യെസ്, നമ്മൾ ഇതിലേ തന്നെ പോയത്. എനിക്ക് ആ സ്പോണർ കണ്ടിരിക്കണം, എവിടാണെന്ന് എനിക്കൊരു ഇതില്ല. മതി നസ്തികോ, മതി. ഇതിലേ അല്ലേ? അതെന്ത് മൈ വേൾഡ്. അല്ല മച്ച, വെറുതെ പോയി ചോറിനിട്ട് ഇങ്ങൊന്നും കിട്ടണ്ട. അയ്യാ, ഇവിടേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാ ഇവിടത് ജസ്റ്റ് ഒന്ന് സ്പെക്ടേറ്ററിൽ പോയിട്ടേ ഞാൻ പോയി നോക്കിയിട്ട് തരാം. കാര്യം അറിയാലോ, അറിയില്ല എനിക്ക് സ്ഥലം. രാരാ സസ്കുരാ രാരാ തുച്ചില. രാവിലെ വന്ന് തൂറാൻ പോയി ഞാൻ. ഹൈ രാരാ സസ്കുരാ രാരാ തുച്ചില. രാവ് വന്ന് ഗായ്സ്, ഇതേത് ഭാഗം? ഞാനിവിടെ ഇറങ്ങി. വാവ്, ഡയമണ്ട്സ്. ഞാൻ ഡയമണ്ട്സിനാട്ടോ വന്നത്. ആദ്യമായിട്ട് ഡയമണ്ട് കൈകൊണ്ട് ഇങ്ങനെ തൊട്ടണം. എന്നാലും ഇങ്ങനല്ലേ. ആകെ 2 ഡയമണ്ട് വെച്ച് ഞാൻ എന്തത് 5th ഭ്രാന്ത് പിടിക്കുന്നു ഞാൻ. ഒന്നാമത് എന്താണ്ടാ
ഓഫ് പേടി ഇരുട്ടിലേക്ക് ഞാൻ കടന്നുപോയി. എന്തുകൊണ്ട്? ഇരുട്ട് എനിക്ക് പേടിയില്ല. സ്ലാഷ് ഗെയിം മോഡ് ക്രിയേറ്റീവ് അടിച്ച് ഞാനത് ആ സാധനം എടുക്കുന്നു. എന്തുവെന്നും പോലും എനിക്കും അറിയത്തില്ല. ഒരു 5-10 കൈമ പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം 10-15 മറിയുന്നു. അവസാനം സ്ലാഷ് ഗെയിം മോഡ് സ്പെക്ടേറ്റർ അടിക്കുന്നു. ഒന്നും കാണാതെ നിരാശയായിരിക്കുമ്പോൾ ഒരു തത്തമ്മ വന്ന് ബാക്കിൽ കൂടെ തോണ്ടി കളിക്കുന്നു. ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ എന്ത് ചെയ്യും? കയറി ചെന്നൊരു ഉമ്മ കൊടുക്കുന്നു. ഞാനിവിടെ സാരം കണ്ടില്ല, ആരും കേട്ടില്ല, ഒന്നും തോന്നണ്ട. കുറേ നേരം ഫാൻ ഇടാണ്ടിരിക്കാൻ പറ്റി. ചേട്ടാ ഞാനിവിടെ അങ്ങനെ ഇറങ്ങുക. ഡയമണ്ട് കണ്ട്. ഹലോ ബൈ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആൾക്കാരുണ്ടല്ലോ, തെറിപ്പിക്കരുത്. ഞാൻ അവിടേക്ക് തന്നെ വീണ്ടും പോവാണ്. ആദ്യം ആ സൗണ്ടൊന്നും നോക്കണ്ട. ആദ്യം ഞാൻ ആ കുയ്യ കണ്ടിട്ട് ചേട്ടേ. There is my കുയ്യ. ഞാൻ ഇവിടെയാണോ ചത്തതെന്ന് എനിക്കൊരു സംശയം. യെസ്, പ്രോബബ്ലി ഹിയർ. സ്ലാഷ് ഗെയിം മോഡ് സർവൈവൽ ആക്കിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഗെയിം പോസ് ചെയ്തെടുക്കുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡിഫോൾട്ട് ചെയ്തിട്ട് സർവൈവൽ ആക്കിയത് നേരെ അടിയിൽ പോയി അതാ ആക്ടിവിറ്റി ചിറ്റ്സ് ഓഫ് ചെയ്ത് ആർക്കെങ്കിലും ഇങ്ങനത്തെ കൈവുണ്ടോ? ഷൂട്ട്. ഏയ് പട്ടിക്കുട്ടേ, എന്താടാ, എന്താണ് നിനക്കൊരു കയ്യൊക്കെ? അല്ല സോറി, എന്താ അതിന് പറയാ? ഞാനും മറന്നു കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനിവിടെ എന്തോ കണ്ടിട്ടുണ്ട്. ഞാൻ മൈനിങ്ങനെ വന്നത്, പക്ഷേ ഞാൻ എന്തിനാ വന്നത്? ഡയമണ്ട് കളക്ട് ചെയ്യാൻ. ഡയമണ്ട് എന്തിനാ വേണ്ടിയത്? ഡൽപ്പിടാൻ. ഡുമർ ടപ്പർ ഡുമർ ടപ്പർ ഡുമർ ടപ്പർ ഡുമ ഡുമ ഡോ. അയ്യാ, കണ്ണെന്തോ പോയി. കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണത ചത്തിയാണ്. അപ്പിഞ്ഞ ചൊപ്പിഞ്ഞ കാണിച്ചിക്കോ. അയ്യോ, ഞാനിതാ ഒളിച്ചു പോകുന്നു. താങ്ക് യു ഗായ്സ്. ഇവിടെ ഫുള്ള് മോബ്സാണ് ഗായ്സ്. ഓക്കെ, ഞാനൊരു ഫൈറ്റിന് ശേഷം ഇപ്പോൾ എത്തുന്നതാണ്. ഇപ്പോൾ ഇതാ എനിക്ക് അവിടുന്നൊക്കെ അമ്പും ബില്ലും അടിച്ചുകൊണ്ട് കയറ്റിയിരുന്നു. അടിച്ച് കയറ്റുന്നവൻ്റെ തലക്കിട്ട് കിട്ടിക്കണം. ഇത് കമ്മണി പൊട്ടിയല്ലോ, നിൻ്റെ ചള പൊടിയല്ലോ. ഇവിടെ നമ്മൾ വില്ലേജ് കണ്ടുകൊണ്ടാണ് ഇതിപ്പോൾ. കഷ്ണാനിപ്പോൾ ചാവുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ ഞാൻ ചത്തോണ്ടിരിക്കുന്നു. ഇപ്പം ചാവും. ചില്ലി യൂസ് ചെയ്യുന്നു.
താങ്ക് യു നല്ലതാ. ഇവിടുത്തെ എത്തിയല്ലോ. എത്ര കിട്ടി? 3 എണ്ണം. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ റെക്കോർഡാ വിചാരിച്ചിട്ടുണ്ടല്ലോ. മൈനിങ്ങിന് പോയിട്ടോ വെറുതെ ഞാൻ സംസാരിച്ച് കുത്തിരുന്നു. അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. 2 കാട്ടിയില്ല മോനെ. എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാണ്ട് നിന്നു. പക്ഷേ എൻ്റെ അയൺ പിക്കാക്സ് പൊട്ടി കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഡയമണ്ടൊക്കെ മൈൻ ചെയ്ത് കിട്ടിയ ഡയമണ്ട് ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടി. ലാസ്റ്റ് ഏതോ 3 വെയിൻ്റെ ഒരു ഡയമണ്ട് പൊളിച്ചിങ്ങനെ വരും മോനെ. ബാക്കുന്നുണ്ട് 2 ക്രീപ്പർ പൊട്ടി വരച്ച്. ജസ്റ്റ് വിറ്റ് ചത്തിയില്ല പറഞ്ഞാൽ അതേ മരിയായിപ്പോയി. അതേമാതിരി ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ചെയ്യാന്ന് ഞാൻ ഡയമണ്ട് കിട്ടിയല്ലോ. ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയാലോ വിചാരിക്കുക. എനിക്ക് കൈ വറക്കുന്നു. എന്താ അറിയില്ല. ഞാൻ 2-3 ഉണ്ടാക്കി പോയി പൊടി. അത് ചിലപ്പോൾ അത് എടുത്തേക്കാൻ പോവാം. ജസ്റ്റ് ഉണ്ട് കുറച്ചായിപ്പോയി. ഞാൻ വിചാരിച്ചു ഉള്ള എല്ലാ ഡയമണ്ടും പോയി. ഇനിയിപ്പോൾ ചത്ത ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും വിചാരിച്ചിരുന്ന. ആ ഡയമണ്ടും കിട്ടില്ല. ലാസ്റ്റ് നല്ലൊരു അടിപൊളി മൈനിങ് കഴിഞ്ഞു പോയിന്ന് വിചാരിച്ച് നിന്നപ്പണ്ട് മോനെ എന്തോ ഭാഗ്യത്തിന് ചത്തിയില്ല. അതേ മരിയായിപ്പോയി. ഞാൻ അതൊക്കെ അതിലേക്ക് വെക്കാൻ പോകട്ടെ. ഇതും വെച്ചോ ഇതൊക്കെ സേഫായിട്ടിരിക്കട്ടെ. ഞാനപ്പോൾ ഇത് ഫുഡ് അടിക്കട്ടെ. ചത്തിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ചാവാളുള്ളൂ. അപ്പം ഇനി നമുക്ക് ചാടിക്കാം. ചത്തിയില്ലല്ലോ. ചാവ് ഇങ്ങോട്ട് പോലും ആവാൻ സമ്മതിക്കരുത്. ചാടി ചത്ത്. യെസ്. ഇനിയിപ്പോൾ നമുക്ക് ആ കൊയ്യ് മേടിയാക്കാം. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാനുള്ള സ്ട്രിങ് ഉണ്ടാക്കട്ടെ. ബോ ഉണ്ടാക്കാനുള്ള ആകെ 2 സ്ട്രിങ്ങുള്ളടാ. എന്ത് ചെയ്യും? നമുക്ക് സ്ട്രിങ് കിട്ടാനുള്ള വേറെ എന്തെങ്കിലും വഴി എന്ത് ചെയ്യും? ഇടയ്ക്ക് ഞാൻ ലാപ്പീസ് കണ്ടിന്. ഞാനൊന്നും എടുത്തില്ല. ഈ പോഷൻ ഞാൻ ഇത് ഇതൊക്കെ ഇപ്പോൾ ഇതിലേനെ വെക്കേണ്ടി വരും. വയറ്റ് ചത്തിയില്ല വിചാരിച്ചു ഞാൻ. കാരണം പിക്കാക്സ് പൊട്ടലും ക്രീപ്പർ പൊട്ടിയായിരിക്കും. ഇവിടെ അല്ലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തെടുത്തേക്കുന്നത്. കാരണം വീഡിയോ ഇഷ്ടമായി വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.